നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരും തന്നെയല്ല. ബന്ധങ്ങൾ ഒരു നേരം പോക്കായി മാത്രം കാണുന്ന മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുകയും സ്നേഹത്തോടെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന മനുഷ്യരുമുണ്ട് എന്നതുമാത്രമാണ് സ്നേഹത്തിൽ വിശ്വസിച്ചു ജീവിക്കാൻ ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദിശമാറി ഒഴുകിയ പുഴയായിരുന്നവൾ ഒഴുകി അകലുവാനല്ല, ഒടുവിലവരൊരു മികച്ചൊരു കടലായി മാറുവാൻ. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം അങ്ങ് നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അത് നല്ലതാണ്. ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തി ഒന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടിയതുപോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ കാര്യമുണ്ടോ? ഇല്ല. ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാകരുത്. ചിലരെ നമ്മൾ അഗാധമായി വിശ്വസിക്കും, സ്നേഹിക്കും. അവരുടെ വാക്കുകൾ നമ്മൾ വല്ലാതെ വിശ്വസിച്ചു പോകും. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല അവർ നമ്മളെ ഒരു വിഡ്ഢിയാക്കുകയാണ് എന്ന്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം സ്നേഹബന്ധങ്ങൾ. പണമാണ് സ്നേഹം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും, എന്തിനേറെ പറയുന്നു രക്തബന്ധങ്ങൾ പോലും നിലനിൽക്കുന്നത്. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവരങ്ങ് പോകും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ മാത്രം കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ലെന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെട്ടുവെന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത്. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ എന്നും നമ്മുടെ കൂടെയുണ്ടാകും. അവർക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, കൂടെ നിർത്താനേ കഴിയൂ. അവർക്ക് നമ്മളെ മാറ്റി നിർത്താനും കഴിയുകയില്ല. അനുഭവത്തേക്കാൾ വലിയ ഒരു പാഠവും ജീവിതത്തേക്കാൾ വലിയ ഒരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് വലിയ കാര്യമില്ല. ചേർന്നു പോകുന്ന മനസ്സ് വേണം. അല്ലെങ്കിൽ എത്ര നടന്നാലും ഒറ്റക്ക് നടന്നതുപോലെ തന്നെ ആകും. ബന്ധങ്ങൾ കാരണം മനസ്സ് വരിഞ്ഞു മുറുക്കി പിന്നെന്താ അതിലൊരു രസമുണ്ടാകുക? മനസ്സൊരു പക്ഷിയാവട്ടേന്നേ. സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമായട്ടെ. ബന്ധങ്ങൾ 2 തരത്തിലാണ്. ഏതു കാട്ടിൽ കൊണ്ട് കളഞ്ഞാലും തിരിച്ചെത്തുന്ന പൂച്ചയെപ്പോലെയും, അതുപോലെ തന്നെ കല്ലെടുക്കുമ്പോഴേക്കും പറന്നകലുന്ന കാക്കയെപ്പോലെയും. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.